ഇഞ്ചുറി ടൈമിലാണ് സതീശൻ്റെ നിർണായകമായ ഗോൾ വന്നത്. സത്യം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ കെ.സി. വേണുഗോപാൽ നിയമസഭയ്ക്ക് മത്സരിച്ചില്ല. അവിടെ തൊട്ട് അദ്ദേഹത്തിൻ്റെ പാളിച്ചോറി. അദ്ദേഹം മത്സരിച്ചില്ല എന്ന് മാത്രമല്ല, എം പിമാരാരും മത്സരിക്കാൻ പാടില്ല എന്നൊരു മാനദണ്ഡം ഉണ്ടാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷിന് മത്സരിക്കാൻ പറ്റാതെ പോയത്. അതുകൊണ്ടാണ് അടൂർ പ്രകാശിന് മത്സരിക്കാൻ പറ്റാതെ പോയത്. അതുകൊണ്ടാണ് ഷാഫി പറമ്പിൽ മറ്റു പലർക്കും മത്സരിക്കാൻ പറ്റാതെ പോയത്. ഇവർക്കൊക്കെ അറിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഇവിടെ ഭൂരിപക്ഷം കിട്ടും. ആ UDF-ൻ്റെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഉണ്ടാക്കും. ഇവരൊക്കെ സീനിയറായിട്ടുള്ള ആളുകളാണ്. അവർക്ക് മന്ത്രിസ്ഥാനത്തേക്ക് ക്ലെയിമുണ്ട്. അങ്ങനെ ആഗ്രഹിച്ച ആളുകളെ എല്ലാവരും വിഡ്ഢികളാക്കിക്കൊണ്ട് അവസാനം MLA അല്ലാത്തൊരാൾ, നിയമസഭയ്ക്ക് മത്സരിക്കാത്ത ഒരാൾ ഈ പാരച്യൂട്ടിൽ വന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഈ UDF വിജയത്തിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ചായിട്ട് ജനങ്ങൾ വിചാരിക്കുന്ന ആൾ VD സതീശനാണ്. അപ്പോൾ സതീശനല്ലാതെ മറ്റൊരാളെ മുഖ്യമന്ത്രിയായിട്ട് അംഗീകരിക്കാൻ സാധാരണ മലയാളിക്ക് എളുപ്പമല്ല, സാധ്യമല്ല. അതാണ് ശരിക്കും ഇതിനകത്തുള്ള വിഷയം. അപ്പോൾ സാധാരണക്കാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണ്.